ദൈവത്തിന് സ്തോത്രം. കർത്താവിന്റെ പരിശുദ്ധ നാമം വാഴ്ത്തപ്പെടട്ടെ. ഒരിക്കൽ കൂടെ ക്രിസ്തുവിൽ ഏവർക്കും സ്നേഹ വന്ദനം. കഴിഞ്ഞ ദിവസങ്ങളിൽ ഒരു യഥാർത്ഥ ലീഡർ എങ്ങനെയായിരിക്കണം എന്നതിനെക്കുറിച്ച് ചില കാര്യങ്ങൾ നമ്മൾ ചിന്തിച്ചിട്ടുണ്ട്. എന്നാൽ ഈ ദിവസങ്ങളിൽ നമ്മൾ കാണുന്ന പല വാർത്തകളുമായിട്ട് നോക്കുമ്പോൾ പ്രത്യേകിച്ച് നേപ്പാൾ നൽകുന്നതാകുന്ന ചില പാഠം, നേപ്പാളിൽ ചെറുപ്പക്കാരുടെ സംഘടനയായ ജെൻ സി എന്ന ആ സംഘടന ഇപ്പോൾ വലിയ പ്രക്ഷോഭത്തിലാണ്. പാർലമെന്റിനും സുപ്രീം കോടതിക്കും മുൻ പ്രധാനമന്ത്രിമാരുടെ വസതിക്കും അവര് തീയിടുവാനായിട്ട് ഇടയായിട്ടുണ്ട്. അതേപോലെ മുൻ പ്രധാനമന്ത്രിയുടെ ഭാര്യയെ തീയിട്ട് ചുട്ടുകൊല്ലുവാനായിട്ട് ഇടയായിട്ടുണ്ട്. ജയില് ആക്രമിച്ച് ഏതാണ്ട് 572 തടവുകാരെ അവർ മോചിപ്പിച്ചു. വിമാന സർവീസുകൾ ഇതിന്റെ എല്ലാം ഫലമായിട്ട് നിർത്തിവച്ചിരിക്കുന്നു. ഇങ്ങനെയുള്ളതാകുന്ന വലിയ ദുരന്തങ്ങൾ അവിടെ കാണുകയാണ്. ഇതിനെ ഒരു കാരണവശാലും ന്യായീകരിക്കുന്നില്ല. എങ്കിലും നാം അത് മനസ്സിലാക്കേണ്ടത് എന്താണ്? കാലത്തിന്റെ ചുവരെഴുത്ത് തക്ക സമയത്ത് നേതാക്കൾ മനസ്സിലാക്കാതിരുന്നതിന്റെ ഭവിഷ്യത്താണ് ഇപ്പോൾ അവിടെ അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുന്നത് എന്ന് നമുക്ക് കാണുവാനായിട്ട് കഴിയും. ജനങ്ങൾ നൽകിയ അധികാരം എന്തും ചെയ്യുവാനായിട്ടുള്ളതായ ലൈസൻസ് എന്ന് തെറ്റിദ്ധരിച്ചതിന്റെ പരിണത ഫലമാണ് ഇപ്പോൾ നേപ്പാൾ അനുഭവിക്കുന്നത്. അധികാരത്തിന്റെ ദുർമേധസ്സും അപലപനീയമായി ആയ ആ കാര്യങ്ങളും, ഇത് അങ്ങനെയുള്ള ആ ചെയ്തികൾ അത് ജനം എല്ലാ കാലത്തും നിശബ്ദം പേറി എന്ന് വരികയില്ല എന്ന് ഇങ്ങനെയുള്ള നേതാക്കൾ തിരിച്ചറിഞ്ഞിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു. അധികാരത്തിന്റെ ദുരുപയോഗം അത് ചോദ്യം ചെയ്യപ്പെട്ടതിന്റെ എത്രയോ ഉദാഹരണങ്ങളാണ് ചരിത്രം സൂക്ഷിച്ചു വച്ചിരിക്കുന്നത്. ഇത്തരം നേതാക്കൾ ആ കാര്യമെല്ലാം അയവിറക്കിക്കൊണ്ട് അവർ ഭരണം നടത്തിയിരുന്നുവെങ്കിൽ ജനം എത്രയോ വിടുവിക്കപ്പെടുമായിരുന്നു. ആത്മീയ നേതാക്കന്മാരുടെ ആന്തരിക ജീവിതം എങ്ങനെ ആയിരിക്കുന്നുവോ അതേപോലെ തന്നെ ആയിരിക്കും അവരുടെ ബാഹ്യ ജീവിതവും. നേരത്തെ പറഞ്ഞ കാര്യങ്ങൾ ലോക നേതാക്കന്മാരുടെയാണ്. ആത്മപ്രശംസ, കപടഭക്തി, മടി, അതേപോലെ സേവന സന്നദ്ധതയില്ലായ്മ, ഏകാധിപത്യം എന്നിവ ഉള്ള വ്യക്തികൾക്ക് അനുഗാമികൾ ഉണ്ടായിരിക്കുകയില്ല. പൗലോസിന്റെ വാക്കുകൾ 1 തീമോത്തിയോസിന്റെ ലേഖനം 1:5 നമുക്ക് കാണാവുന്നതാണ്. ആജ്ഞയുടെ ഉദ്ദേശമോ ശുദ്ധഹൃദയം, നല്ല മനസ്സാക്ഷി, നിർവ്യാജ വിശ്വാസം എന്നിവയാൽ ഉളവാകുന്ന സ്നേഹം തന്നെ എന്നാണ് അവിടെ നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നത്. ആ സ്നേഹത്തിന് യാതൊരു കാപട്യവും ഇല്ല. അഥവാ അങ്ങനെയുള്ള വ്യക്തികൾക്ക് മാത്രമേ സന്തോഷകരമായ ഒരു ജീവിതവും സന്തോഷകരമായ ഒരു ഭരണവും നയിക്കുവാനായിട്ട് കഴിയുകയുള്ളൂ എന്നുള്ളത് നാം ഓർത്തിരിക്കേണ്ടത് ആവശ്യമാണ്. സന്തോഷകരമായ ജീവിതം അഥവാ ലൈഫ് ഓഫ് ജോയ്, അതിൽ JOY ജോയ് എന്നുള്ള സന്തോഷം എന്നുള്ള ആ കാര്യത്തെ നമ്മളൊന്ന് അനലൈസ് ചെയ്താൽ ജീസസ് ഫസ്റ്റ്, യേശുവിന് ആദ്യം അഥവാ മുൻഗണന, ഒന്നാമത്തെ പ്രാധാന്യം യേശുവിന് നൽകുക. അതേപോലെ അതേഴ്സ് സെക്കൻഡ്, മറ്റുള്ളവർക്ക് 2ാം സ്ഥാനം കൽപ്പിക്കുക. അതേപോലെ വൈ യുവർസെൽഫ് ലാസ്റ്റ്, നിങ്ങൾ അവസാനം, നിങ്ങളുടെ കാര്യങ്ങൾ അവസാനമായി ചിന്തിക്കുക. അതാണ് ആ ജോയ് എന്ന വാക്കിൽ നമുക്കതിനെ അനലൈസ് ചെയ്താൽ
ഒരു ദൈവ പൈതലിന് മനസ്സിലാക്കുവാനായിട്ട് കഴിയുന്നത്, അഥവാ യേശുവിന്റെ മാതൃക പിൻപറ്റുന്നതായ അനുഭവം. അരയിൽ ഒരു തോർത്തും ചുറ്റി ശിഷ്യന്മാരുടെ പാദങ്ങൾ കഴുകിയ യേശുവിന്റെ മാതൃക, മറ്റുള്ളവരെ ശുശ്രൂഷിക്കുവാൻ ദൈവം നമുക്ക് തരുന്ന അവസരങ്ങൾ, അത് ഭരണത്തിലായിരിക്കട്ടെ, മറ്റ് ആത്മീയ നേതൃത്വത്തിലായിരിക്കട്ടെ, നേതാവാകുകയല്ല ചെയ്യേണ്ടത്. ഇപ്രകാരം ലോക നേതാക്കന്മാർ രാജ്യത്തെ ഭരിക്കുവാൻ അവർക്ക് മനസ്സുണ്ടാകണം. അതേപോലെ ആത്മീയ നേതാക്കന്മാർ ആത്മീയമായി തന്റെ ആടുകളെ മേയ്ക്കുവാൻ യാതൊരു പ്രതിഫല ഇച്ഛയും കൂടാതെ മേയ്ക്കുവാനായിട്ട് കഴിയണം. അവരാണ് യഥാർത്ഥ നേതാക്കന്മാർ. അല്ല എങ്കിൽ ചിലപ്പോഴൊക്കെ കാലം ഇങ്ങനെ ചില തിരുത്തലുകള് എല്ലാ മണ്ഡലത്തിലും തിരുത്തേണ്ടതായിട്ട് വരും എന്ന് ഓർത്തുകൊണ്ട്, അതെ, അവരവരെ ഏൽപ്പിച്ചിരിക്കുന്ന ഉത്തരവാദിത്വം ദൈവസന്നിധിയിൽ നീതിയോടെ ചെയ്യുവാൻ എല്ലാവർക്കും ഇടയായി തീരട്ടെ. അതിനുവേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം.